എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള 3 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം മുരിങ്ങയ്ക്കയും ചക്കക്കുരുവും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു തോരനാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇതാ ഇത്രത്തോളം ചക്കക്കുരു ഒരു മുരിങ്ങയ്ക്കയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കാം. തോലൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ചക്കക്കുരുത്തെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കനം കുറച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഒരു ചക്കക്കുരുവിന് ഒരു 4ഓ 5ഓ ആയിട്ട് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. നീളത്തിൽ കനം കുറച്ചാണ് ഇത് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അത് എടുത്ത് വെച്ച ചക്കക്കുരുവെല്ലാം ഈ ഒരു രീതിയിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. മുരിങ്ങയ്ക്ക അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരെണ്ണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് ചക്കക്കുരു എല്ലാം ഇതേപോലെ കഴുകിയിട്ടതിന് ശേഷം മുരിങ്ങയ്ക്കയും ഇതേപോലെ രണ്ടായിട്ടൊന്ന് പിളർത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരുവിനും മുരിങ്ങയ്ക്കൊക്കെ അത്യാവശ്യം വേഗമുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് തേങ്ങയുടെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ജീരകവും ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3-4 വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി വേവിക്കാൻ വെച്ചിരുന്ന ചക്കക്കുരു മുരിങ്ങയ്ക്കയൊക്കെ ഒരു പകുതി വേഗമായിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കണം. മീഡിയത്തിലാക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഇതേപോലെ ഒന്ന് വെള്ളം വറ്റി വരുന്നത് വരെ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെള്ളം വറ്റി വരുന്ന സമയത്ത് തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ചധികം ചേർത്ത് കൊടുക്കാം നല്ലൊരു മണത്തിന് വേണ്ടി. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മുരിങ്ങയ്ക്ക ചക്കക്കുരു തോരൻ റെഡിയായി കഴിഞ്ഞു. ഏറ്റവും ഒടുവിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു തോരനാണ്. മുരിങ്ങയ്ക്കയും ചക്കക്കുരുവൊക്കെ കൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് തോരൻ വെച്ച് നോക്കൂ. ഈ തോരനിലേക്ക് നമുക്ക് ഉണക്ക നെത്തോലിയോ അല്ലെങ്കിൽ ഉണക്ക കൊഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഈ തോരൻ വെക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അടുത്തത് ഒരു ഒഴിച്ചു കറിയാണ്. പച്ചത്തക്കാളിയും ഉണക്കമത്തിയൊക്കെ ഇട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള അത്രയും പച്ചത്തക്കാളി എടുത്ത് വയ്ക്കാം. ഇത് കുറച്ചധികം വലിപ്പമുള്ള തക്കാളിയാണ്. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പം ഒരു തക്കാളി എടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പത്തിന് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 4ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ എടുത്ത് വച്ചിരിക്കുന്ന തക്കാളിയെല്ലാം ഈ ഒരു രീതിയിൽ കറിക്ക് ആവശ്യമുള്ള വലിപ്പത്തിന് അനുസരിച്ച് മുറിച്ച് വയ്ക്കാം. നമ്മുടെ വീട്ടിലൊക്കെ വളർത്തിയെടുക്കുന്ന തക്കാളിയാണെങ്കിൽ പ്രത്യേകിച്ചൊരു മണമാണ് കറി വയ്ക്കാനൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയിലെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. തക്കാളിയെല്ലാം ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ആവശ്യമുള്ള അത്രയും പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2ഓ 3ഓ ചേർത്ത് ഇതേപോലെ നടുവേ ഒന്ന് കീറിയതിന് ശേഷം തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. തക്കാളിയൊക്കെ പെട്ടെന്ന് വേകുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പൂൺ ഉപയോഗിച്ചതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 കഷ്ണം മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പുളിക്ക് ആവശ്യമുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നീട് 2 ഉണക്ക മത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മത്തി ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉണക്ക മത്തിയുടെയും കൂടെ ടേസ്റ്റ് ആകുമ്പോൾ കറിക്ക് നല്ല രുചിയാണ്.
അപ്പോൾ അത് ഇട്ട് കൊടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 3-4 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് മുറിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒഴിച്ച് കറിക്കൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതാ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരുന്ന കഷ്ണങ്ങൾ എല്ലാം നന്നായിട്ടിപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ രണ്ടാമത് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കറി ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. തിളച്ച് വരരുത്. അതുപോലെ തിളയ്ക്കാത്ത രീതിയിൽ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചൂടാക്കി എടുത്താൽ മതിയാകും. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ ചുവന്നുള്ളിയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം വെളിച്ചെണ്ണയിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 മിനിറ്റോളം ഒന്ന് ഇത് മൂടി വെച്ച് അതിൻ്റെ മണമൊക്കെ കറിയിലൊന്ന് പിടിക്കത്തക്ക വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കറിയിലേക്ക് താളിച്ചതൊക്കെ നന്നായിട്ട് ആ മണമൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുപ്പിൽ നിന്ന് മാറ്റാം. അത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ പച്ചത്തക്കാളി ഉണക്കമീൻ കറി ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് ചീമച്ചക്ക കൊണ്ടുള്ളൊരു തീയലാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ചീമച്ചക്ക അഥവാ കടച്ചക്ക. നമുക്ക് കറിക്ക് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ ചിരകിയത് വറുക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3-4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു ചെറിയ കഷ്ണം പട്ടയും 1 ഏലക്കായും 1/4 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ നന്നായി കളർ മാറി ഒരു ഡാർക്ക് ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. എന്നാലേ കറിക്ക് നല്ല കളർ കിട്ടുകയുള്ളൂ. ഇതുപോലെ ഈ ഒരു കളറാകുന്നത് വരെ വറുത്തെടുക്കാം. ഇനി ഫ്ലെയിം നന്നായി സിമ്മിലാക്കി ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും പൊടികളെല്ലാം നല്ലതുപോലെ മൂക്കുന്നത് വരെ വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് മസാലയൊക്കെ നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. വറുത്ത് വെച്ചിരുന്ന തേങ്ങ നന്നായി തണുത്ത് കിട്ടിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ പകുതി ചീമച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇത് നടുവിലൂടെ ഒന്ന് കീറിയെടുക്കാം. പിന്നീട് ഈ നടുഭാഗത്ത് കാണുന്ന പൂഞ്ഞ് കട്ട് ചെയ്ത് മാറ്റിക്കളയാം. ഇനി ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ നടുവിലൂടെ കുറേ ഭാഗം ഇങ്ങനെ കീറിയതിന് ശേഷം അരിഞ്ഞെടുക്കാം. വലിപ്പം കൂട്ടിയോ കുറച്ചോ ഒക്കെ അരിഞ്ഞെടുത്തുള്ളൂ. ഞാൻ ദാണ്ടെ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് കഴുകി വാരിയെടുക്കാം. കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് വെള്ളം വാർന്ന് കിട്ടാൻ വേണ്ടി അരപ്പിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി നന്നായി വഴണ്ട് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീമച്ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റോളം എണ്ണയിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നീട് മൂടി വെച്ച് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും അരപ്പൊഴിച്ചു കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസായി പോകുന്ന കറിയല്ല ഇത്. അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നീട് കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതാ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും മൂടി വെച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോഴേക്കും എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റുള്ള ചീമച്ചക്ക തീയൽ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.